ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും പേഴ്സ് യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ പേഴ്സ് വാങ്ങാൻ പോകുമ്പോൾ നമ്മളതിൻ്റെ കളറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇനി മുതൽ അങ്ങനെയല്ല, നമ്മൾ കളറ് ചൂസ് ചെയ്ത് വാങ്ങിക്കോളൂ. എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കളറ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലക്കി നമ്പർ നോക്കുക. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് 14 എന്നുള്ളൊരു അക്കമാണ് കിട്ടുന്നതെങ്കിൽ 4+1 അങ്ങനെ 5 അങ്ങനെ ആക്കുക. 1 മുതൽ 9 വരെ ആണ് ലക്കി നമ്പേഴ്സ്. അതിൽ ഫസ്റ്റ് 1 ആണ്. 1 ലക്കി നമ്പർ ആയിട്ടുള്ളവർക്ക് റെഡ് കളർ യൂസ് ചെയ്യാം. മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും റെഡ് കളർ യൂസ് ചെയ്യാം. 1. പിന്നെ 2 ലക്കി നമ്പർ ആണെങ്കിൽ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് 3കാർക്ക് യെല്ലോ കളർ യൂസ് ചെയ്യാം. യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡോ ലൈറ്റോ ഇങ്ങനെ വേണേൽ യൂസ് ചെയ്യാം. പിന്നെ 4 ആണ് നമ്മുടെ നമ്പറെങ്കിൽ നമുക്ക് സ്കൈ ബ്ലൂ ആ കളറും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഗ്രേ കളറ് ശരിക്കും ആ ഒരു കളറും നമുക്ക് യൂസ് ചെയ്യാം. അത് രണ്ടും ഒന്ന് നോക്കൂ. പിന്നെ നമ്പർ 5കാരാണെങ്കിൽ ഗ്രീനിൻ്റെ ലൈറ്റ് ഷെയ്ഡോ അങ്ങനത്തെ ഷെയ്ഡുകൾ എന്തെങ്കിലുമൊക്കെ നോക്കിക്കോളൂ. നമ്പർ 5 ആണ് കേട്ടോ. പിന്നെ നമ്പർ 6 അവർ വൈറ്റ് കളറ്. 6കാർ വൈറ്റ് യൂസ് ചെയ്യുക. 6 നമ്പർ ലക്കി നമ്പർ വരുന്നത്. പിന്നെ 7 അത് വൈറ്റ് യൂസ് ചെയ്യാം. 7 ലക്കി നമ്പർ വരുന്നവർക്ക് വൈറ്റ് യൂസ് ചെയ്യാം ആൻഡ് ക്രീം കളർ. അതിൻ്റെ കൂടെ നമുക്ക് ഇനി വൈറ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ക്രീം കളർ യൂസ് ചെയ്യാം. നമ്പർ 7 ആണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്പർ 8 അവർ ബ്ലൂ കളറിലെ പേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ നമ്പർ 9 അവർ ഓറഞ്ച് കളറിലെ യൂസ് ചെയ്യുക. ഓറഞ്ച് കളറിലെ പേഴ്സ്. അപ്പോൾ ഇനി ഒരു മാറ്റം ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഓക്കെ, ബൈ.